അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സാറിന്റെ ഉള്ളിൽ ഈ അസോസിയേറ്റ് പണി വിട്ടിട്ടേ ഞാൻ വല്ല അഭിനയത്തിലും പോയാലോ എന്ന് ആലോചിക്കും. നീ അഭിനയിക്ക എന്റെ ഗ്ലാമർ വെച്ചോണ്ട് പിന്നെ എല്ലാരും എന്നെ എടുക്കും. പിന്നെ സൗന്ദര്യം വഴിഞ്ഞൊഴിവല്ലേ? അശ്വതിയുടെ ലക്ഷ്യം എന്താണ്? ഏതെങ്കിലും വലിയൊരു ഡയറക്ടറിന്റെ കൂടെ നിന്നിട്ട് സംവിധായകം പഠിച്ചിട്ട് ഒരു വലിയ സംവിധായക ആവുക. അതാണ് നിന്റെ ലക്ഷ്യം. ആ വലിയ സംവിധായക ആവുകയാണ് എന്റെ ലക്ഷ്യം. നടക്കില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ അഭിനയത്തിലോട്ട് പോവാന്ന് പറഞ്ഞത്. അതൊക്കെ പോട്ടെ. ഇപ്പൊ നീ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ പറഞ്ഞ എനിക്കും സൗന്ദര്യത്തിൽ ഒട്ടും ഒരു കുറവില്ല. എന്തുകൊണ്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്നില്ല? അതിനുള്ള കഴിവില്ലാത്തോണ്ട്. അത് തന്നെ. അല്ല, കഴിവില്ലഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ സിനിമ. എങ്ങനെയെങ്കിലും നല്ല കുറെ സിനിമ സംവിധാനം ചെയ്ത് നല്ലൊരു ഡയറക്ടർ എന്നുള്ള പേര് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ഈ ചില സമയത്ത് നിന്നെ എന്നോടുള്ള പെരുമാറ്റം ഉണ്ടല്ലോ, വളരെ മോശമാണ് കേട്ടാ. അതെ, നീ എന്റെ ഗുരു ഒന്നുമല്ല കേട്ടാ. നീ എന്റെ അസിസ്റ്റന്റ് ആണ്. അസിസ്റ്റന്റ് എപ്പോഴും അസിസ്റ്റന്റ് സ്ഥാനത്ത് നിന്നാ മതി. മനസ്സിലായ? കിണിക്കരുത് എന്റെ മുമ്പിൽ കേട്ടാ. എപ്പോഴും ചിരിച്ചെന്ന് വെച്ചിട്ടേ എന്റെ മനസ്സ് എപ്പോഴും അലിയാറില്ല കേട്ടാ. വന്നേക്കുന്നവള് അല്ല, കുളിക്കുന്നു. അയ്യോ, സ്ക്രിപ്റ്റ്. ഇന്നലെ വരെ പല നിറങ്ങളാൽ അലങ്കൃതമായ ഈ ലോകം ഇന്ന് എന്റെ മുമ്പിൽ ഒരു വർണ്ണവും കാട്ടാനാവാതെ ഇരുണ്ടിരിക്കുകയാണ്. ഇരുളടഞ്ഞ ഈ ലോകത്ത് നിന്നും ഞാൻ വിട വാങ്ങുകയാണ്. ഇരുളടഞ്ഞ ഈ ലോകത്ത് നിന്നും ഞാൻ വിട വാങ്ങുകയാണെന്ന്. അച്ഛന് പിടിച്ചേ. തീർന്ന ഈ ചൊറിയും കുത്തിയിരിക്കുന്നതിന് വിട വാങ്ങുന്ന തന്നെ നല്ലല്ലേ? ഇവനെ വിഷമം അടിച്ചാ കാതര എന്തോടാ? എന്ത് പറ്റിയടാ? എന്താണ്? അതോ അല്ല, അത് ഈ രാത്രി ഇരുന്ന് ഉറക്കൊഴിഞ്ഞിരുന്ന് ചിന്തിക്കും. നീയാ? പകലെന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ. പകലാകുമ്പോഴത്തേക്ക് രാത്രി ഉറക്കം പോവല്ലോ. ആ ഉറക്കം ഉറങ്ങി തീർക്കും. അപ്പൊ ഈ എഴുതുന്നപ്പോഴാണ് ഏതെങ്കിലും ഒരു രാത്രി ഇരുന്ന് എഴുതണം. ശിവരാത്രി നോക്കാം. ആയിക്കോട്ടെ സാർ, ഇപ്പൊ കൊടുക്കാം. ഇവിടെ ഉണ്ടേനി. എന്താടാ ഫോൺ പ്രകാശ് സാറാണ് വിളിക്കുന്നത്. ഏത് പ്രകാശ്? ഡയറക്ടർ പ്രകാശ് സാറ്. ഹലോ സാറേ, ഞാൻ ഡിക്രൂസാ. ആണോ സാറേ? സത്യമായിട്ടും ഞാൻ കോള് കണ്ടില്ല സാറേ. എന്റെ ഫോണിന്റെ ബാറ്ററി കംപ്ലൈന്റാ സാറേ, അതുകൊണ്ടാ ഞാൻ വരാം സാറേ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. പ്രകാശ് സാറ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഞാൻ വരാം സാറേ. 2 ദിവസത്തേക്കുള്ള ഡ്രസ്സാ? എന്റെ സാറ് 1 മാസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തോണ്ട് ഞാൻ വരാം. സത്യം വരാം. സാറ് ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യം പറ. സാർ ഓക്കെ സാർ, ഓക്കെ. എന്താ സംഭവം? എന്നെ വിളിച്ചാണെന്നറിയോ? എടാ, പ്രകാശ് സാറ് പറഞ്ഞെന്താണെന്നറിയോ? സാറിന്റെ അടുത്ത പടത്തിന്റെ 2nd യൂണിറ്റ് ഞാൻ ഡയറക്റ്റ് ചെയ്യണമെന്ന്. പുള്ളിക്ക് അങ്ങനത്തെ പണ്ടത്തിലൊക്കെ പറ്റുള്ളൂ. കോമഡി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നു കേട്ടോ. അല്ലേ, ഈ പ്രകാശ് സാർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രകാശ് സാറാണോ വിളിച്ചത്? ഒറിജിനൽ പ്രകാശ് സാർ തന്നെ. OPR സിനിമ ഡയറക്ട് ചെയ്ത പ്രകാശ് സാർ തന്നെ. ഒറിജിനൽ പ്രകാശ് സാറ്. പ്രകാശ് സാറിന്റെ ഒരു സിനിമയിലേക്ക് ഒരു ഡയറക്ട് ചെയ്ത അവസരം കിട്ടുന്ന ഭാഗ്യമില്ലടാ. അപ്പൊ എനിക്ക് റിസ്ക് ആണല്ലോ ഇനി. എന്തിന്? അല്ല, ഇനി പുള്ളിയെ അടുത്ത് പോയി കഥ പറയാന്നൊക്കെ പറയുമ്പോ ഞാൻ ഒന്ന് പ്രിപ്പയർഡ് ആവാതിരിക്കുന്നു. എങ്ങനെ? പുള്ളിയുടെ കഥ പറയണ്ടേ ഇനി? നീയാ? എടാ, എത്ര വർഷമായിട്ട് നീ എന്നോട് ഉണ്ടു ഉറങ്ങി കിടക്കുന്നവനായി. നീ ഇതുവരെ ഒരു നല്ല കഥ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇന്നാണ് പ്രകാശ് സാറിന്റെ അടുത്ത് പോയി കഥ പറയുന്നത്. എന്റെ പൊണ്ണ് കഥ ദയവിച്ചത് കുളവാക്കരുത്. എടാ, നിന്നോട് കഥ പറയാൻ നിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള കഥയല്ലേ തരാൻ പറ്റൂ. അതേപോലെയാണോ? പ്രകാശ് സാറിന് പറ്റിയ 1-2 ബിഗ് ബഡ്ജറ്റ് എന്റെ കയ്യിലുണ്ട്. പുള്ളിക്ക് ഇഷ്ടപ്പെടും. തൽക്കാലം ബഡ്ജറ്റ് ഉണ്ടാ കേട്ടാ. അതല്ല, ഈ 2 ദിവസം ഇപ്പൊ നമ്മള് ചെറിയ തിരക്കാണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും? പക്ഷെ സാറില്ല, പ്രകാശ് സാറിന്റെ അല്ല, നമ്മളെന്തായാലും വരാം. നമ്മള് വരും. പക്ഷെ അതല്ല, അനക്ക് പോകുമ്പോ ഒറ്റക്കാണ് പോണ മോശം. അതല്ല, അവിടെ ചെല്ലുമ്പോ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാതര എന്ന് വിളിക്കുമ്പോ ഓടി വരാനൊരാള് വേണ്ടേ? അങ്ങനെ ഓടി വരണമെന്നില്ല കേട്ടാ. അതൊക്കെ ക്ലിയർ ചെയ്യാൻ നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോടെ. ഞാൻ പെട്ടി റെഡിയാക്കട്ടെ? വേണ്ട, എന്റെ പെട്ടി റെഡിയാക്കാൻ എനിക്കറിയാം. എനിക്ക് ആരുടെ സഹായം വേണ്ട. എനിക്ക് എന്തിന്? ഓ, എന്റെ കൂടെ അസിസ്റ്റന്റ് ചെയ്യാനാണ്. വേണ്ട, ആ പെട്ടി അവിടെ തന്നെ ഇരുന്നാൽ മതി. കുറച്ചും എന്തോ ഒരു ഡയലോഗ് ആയിരുന്നു.
അവൾക്ക് സൗന്ദര്യമുണ്ട്, ഗ്ലാമർ വഴിഞ്ഞൊഴുകുന്നു, അവൾക്ക് ഡയറക്ഷൻ പഠിക്കണ്ട, അഭിനയിക്കാൻ പോയാൽ മതിയെന്ന്. ഞാൻ അവിടെ പോയിട്ട് വല്ല ചെറിയ വേഷം ഉണ്ടെങ്കിൽ, വല്ല തുണ്ട് വേഷം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. അപ്പൊ അഭിനയിക്കാൻ പറഞ്ഞോട് കേട്ടാ. നീ ഒരു കാര്യം മനസ്സിലാക്കും, സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു ബെൽറ്റ് ആണ്. ഉദാഹരണത്തിന് പണ്ട് പ്രിയദർശൻ, ആരാ, മോഹൻലാൽ, NT ശ്രീകുമാർ, അതേപോലെ ആണ്. പിന്നെ അവിടുന്ന് വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, അങ്ങനെ ഒരു അജു വർഗീസ്, ഇതേപോലെ ഒരു ബെൽറ്റ് ആണ്. ഡെക്രു, മൊയ്തി, കാദർ, എന്നാ ഇവളും കൂടെ ബെൽറ്റാണ് സിനിമ എന്ന് പറഞ്ഞല്ലേ? അത് കൊള്ളാം കേട്ടാ. പ്രകാശ് ഡിക്രൂസ് ബെൽറ്റ്, ആ ബെൽറ്റ് മതി എനിക്ക്. നിന്റെ ഒന്നും ബെൽറ്റിന്റെ ആവശ്യം എനിക്കില്ല കേട്ടാ. നിന്റെ ബെൽറ്റിന്റെ ആവശ്യം എനിക്കില്ല. എല്ലാരും കൂടെ ചേർന്ന് സ്ട്രോങ് ബെൽറ്റ് ആകും. അത്ര സ്ട്രോങ് ആവണ്ട. കുറച്ച് നാളായിട്ട് ഇവിടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് ചൊറയും കുത്തി ഇവിടെ ഇരിക്കുന്നത്. ഇനി എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം കേട്ടാ. വേണ്ട അളിയന്റെ സൂപ്പർ ഒന്നും വേണ്ട കേട്ടാ. എല്ലാ ഡിക്രു ഒരു ഡിക്രും ഇല്ല. എനിക്ക് എങ്ങനെയാണ് ഞങ്ങളില്ലാതെ പോകാൻ കഴിയില്ലെന്ന് അറിയാം.